ഓട്ടോ ഓട്ടോ ഇവരെങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. വേറൊരു ഓട്ടോ പിടിച്ച് ഇവരുടെ പുറകെ പോകാം. ഇവരെങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലാക്കിയേ പറ്റൂ. ഹായ് ബേബി. ഓ, കൃത്യസമയം നോക്കി ഇവൻ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്തോ ഓട്ടോ ഓടിയത്. ഞാനിപ്പോ ബ്രേക്ക് ചെയ്തില്ലായിരുന്നെങ്കിലേ നീ ഇപ്പൊ വണ്ടി റെഡി പോയെന്നെ. നിനക്ക് എന്തെങ്കിലും പറ്റിയാലേ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നിനക്ക് എന്താ അരവിന്ദ്, വട്ടുണ്ടോ? നീ എന്തിനാ ഇങ്ങനെ എന്റെ പുറകെ നടക്കുന്നേ? ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ചെയ്യാൻ ധൃതി പിടിച്ച് പോവായിരുന്നു. അപ്പോഴാ നീ വഴിമുടക്കി വന്നത്. ആ കാര്യം എന്താണെങ്കിലും ഞാൻ പറയാൻ വന്നതിനേക്കാൾ വലുതല്ല. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ വന്നത്. എന്തിനാ? നിന്റെ കൂടെ ഏതെങ്കിലും റെസ്റ്റോറന്റിലേക്ക് വന്ന് കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണോ? നീ ഓക്കെ ആണെങ്കിൽ എല്ലാം മാറ്റി വെച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. എനിക്ക് അതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാന്ന് ഞാൻ നിന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഇങ്ങനെ എന്റെ പുറകെ നടക്കാൻ നിനക്ക് നാണമില്ല. ചൂടാവല്ലേ മുത്ത. ഇങ്ങനെ നിന്റെ കൂടെ പ്രേമിച്ചെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഇപ്പൊ ഞാൻ വന്നതിനല്ല. ദിസ് ഇസ് ഫോർ സംതിങ് എൽസ്. എന്ത് സംതിങ് എൽസ്? PK റങ്ങൾ എന്നെ രാവിലെ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു ക്ലയന്റിനെ കാണാൻ പോകുന്നുണ്ട്. കൂടെ കൈലാഷം ഉണ്ടാവും. നിന്നെ കൂട്ടിക്കൊണ്ട് മീറ്റിങ്ങിന് വരാൻ അദ്ദേഹം പറഞ്ഞത്. അതാ ഞാൻ നിന്നെ പിക്ക് ചെയ്യാമെന്നത്. വെറുതെ നുണ പറയരുത്. അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നുവെങ്കിൽ അങ്കിൾ എന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തേനെ. നീ ഇങ്ങനെയൊക്കെ പറയുന്നേ എനിക്ക് ഉറപ്പായിരുന്നു. അല്ലെങ്കിലും നിനക്കെന്നെ വിശ്വാസമില്ലല്ലോ. ഞാൻ PK റങ്ങൾ അയച്ച വോയിസ് നോട്ട് കേൾപ്പിച്ചു തരാം. അരവിന്ദ്, നമുക്കൊരു പ്രധാനപ്പെട്ട ക്ലയന്റിന്റെ മീറ്റിംഗ് ഉണ്ട്. ഞാൻ നിനക്ക് ലൊക്കേഷൻ അയച്ചു തരാം. നീ മുക്തയെ ഹോസ്റ്റലിൽ നിന്നും കൂട്ടിക്കൊണ്ട് ആ സ്ഥലത്തെത്തണം. ഈ മീറ്റിംഗ് നമ്മുടെ കമ്പനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഓഫീസിൽ എന്ത് ജോലി ഉണ്ടെങ്കിലും അത് മാറ്റിവെച്ചിട്ട് മുക്തയോട് ഉടനെ വരാൻ പറയണം. See you there. കേട്ടല്ലോ, ഇത് അങ്കിളിന്റെ വോയിസ് തന്നെ. എനിക്ക് മിമിക്രി ചെയ്യാനൊന്നും അറിയില്ല. ഇപ്പൊ വിശ്വാസമായോ? പാർവതിയും അവളുടെ കൂട്ടുകാരികളെയും പിന്തുടർന്ന് അവരെന്താ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാന്ന് കരുതിയപ്പോഴാ ഇങ്ങനൊരു പണി കിട്ടിയത്. അവര് സത്യം കണ്ടുപിടിച്ച കുടുങ്ങാൻ പോകുന്നത് ഞാൻ മാത്രമല്ല, കൈലാഷം കൂടിയാ. ഞാൻ ഇനി എന്ത് ചെയ്യും? ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ഞാൻ അങ്കിളിനെ വിളിച്ചു തരാം. നീ തന്നെ സംസാരിച്ചോ. ഏനോ, വാ പോവാം. എന്നാ കേറ്. പ്രിയ. ചേട്ടാ, പാറുവിനോടൊന്ന് വരാൻ പറയോ? പാറു കൂട്ടുകാരികളുടെ കൂടെ ഇപ്പൊ പുറത്തേക്ക് പോയതേ ഉള്ളൂ. ആണോ? പ്രിയൻചേട്ടനാ വിളിക്കുന്നത്. ഞാൻ എന്താ പറയുക? കോൾ എടുത്തില്ലെങ്കിൽ കൂടുതൽ പ്രശ്നമാവും. നീ ഞങ്ങളുടെ കൂടെ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞാൽ മതി. നീ സ്പീക്കറിലിട്. പ്രിയൻചേട്ടാ, ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഹോസ്റ്റലിലെത്തി. അപ്പോഴാ നീ കൂട്ടുകാരികളുടെ കൂടെ പുറത്തു പോയെന്ന് പറഞ്ഞത്.